इंडिया भिड़ेगी इंग्लैंड से 1 जुलाई से धुलाई का मजा सिर्फ सोनी स्पोर्ट्स नेटवर्क के टीवी चैनल्स पर। What a haunting music. ഇതെവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? എനിക്കിതിൻ്റെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രയത്നം ഓടിക്കാനോ അതോ യക്ഷിയോ? സോറി. ഇത് നിങ്ങൾ എന്നെയല്ല അനന്തതയിലുള്ള ശക്തികളെയാണ് അപമാനിച്ചത്. ഈ തമാശ നമുക്കൊക്കെ വിനാശകരമായി തീർന്നേക്കാം. സോറി റൈസർ, സത്യമായിട്ടും സോറി. പ്ലീസ് കണ്ടിന്യൂ ചെയ്തോ, എനിക്കൊരു തെറ്റ് പറ്റിയതാ. പ്ലീസ് റൈസർ, പ്ലീസ് കണ്ടിന്യൂ. പിണങ്ങരുത് കേട്ടോ, പ്ലീസ്. സോറി സോറി പ്ലീസ്. സോറി റൈസർ, പ്ലീസ് തുടർന്നോളൂ. അതെൻ്റെ ഭാഗത്തുള്ള തെറ്റാ, സോറി. തുടർന്നോ? നമുക്ക് പോയാലോ? ഇറങ്ങാം വസിമ. ഏയ് ഇരിക്കേ, ഇനിയല്ലേ രസം. Rose, who's dead? Who is? She's lucky. Stop this. Rose, use it.
Mary Rose, is he dead? ട്രയാങ്കിൾ അത് അമ്മയുടെ കൈ തട്ടി താഴെ പോയതാ. Is he dead? She needs medical attention. മോനെ ആ മെഡിക്കൽ കിറ്റ് എടുത്തു. Mary Rose, Brigadier Rawat is dead. May he rest in peace. Where are you, Brigadier? Come on. BP ഒക്കെ നോർമലാ. പോട്ടെ. താങ്ക് ഗോഡ്. ചിയേഴ്സ്. ഫോൺ കിട്ടിയോ? ബ്രിഗേഡിയർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എങ്ങനെ നോക്കിയിട്ടും സിഗ്നൽ കിട്ടുന്നില്ല. നിങ്ങൾ രണ്ടും അല്പം ബ്രാൻഡി കഴിക്കേ. നന്നായി നനഞ്ഞിട്ടുണ്ടല്ലോ. ചിലപ്പോൾ ന്യൂമോണിയ ആവും സംഭവം. വസീമൊക്കെ എങ്ങനെയുണ്ട്? BP ഒക്കെ നോർമലാണ്. ഫീവർ ഒന്നുമില്ലല്ലോ? ഇല്ല. ഇവൾക്ക് ഈ സെഡറ്റീവ് ഒന്ന് കൊടുത്തേക്ക്. കുറച്ച് കഴിയുമ്പോൾ റിലാക്സ്ഡ് ആയിക്കോളും. ചേട്ടാ ഇത് പിടിക്കേ. താങ്ക് യു. ഒരു ചെറിയ ഷോട്ട് ബ്രാൻഡ് കൊടുക്കുക. ബെസ്റ്റ്. എല്ലാം പമ്പ കിടക്കും. ഐ എം സോറി. I must go. അല്ല ഇപ്പം എങ്ങോട്ടാ? മണാലിയിലേക്ക്. എന്താ മണാലിക്ക് പോകുന്നോ? ഇപ്പൊ കാറും ഇല്ല, കേബിൾ കാറും ഇല്ല. എങ്ങനെ പോകുന്ന? എല്ലാ സൺഡേയിലും പോകുന്ന പോലെ നടന്ന്. കേണൽ സാർ, ഈ കൊടുങ്കാറ്റിൽ നടന്ന് 3-4 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. ഡോൺ ബി സില്ലി. അത്ര പെട്ടെന്നൊന്നും മരിക്കാൻ പോകുന്നില്ല അയാള്. ദിസ് ഇസ് ഓൾ ഹോക്കസ് പോക്കസ്. വിഡ്ഢിത്തം. വീട്ടിൽ തരുമോ? കുറച്ച് വായടക്കം വളരെ നല്ലതാണ് മിസ് ബറൂച്ച. മേരി റൂസ് ക്യാൻ forgive, but she never forgets. This is horse shit. Horse-shit? പിന്നെന്തിനാ ഈ പാതിരാത്രി വിരൽ പിടിച്ച് ഓടാൻ തുടങ്ങുന്നത്? കേണൽ സാർ, ഞാൻ പറയുന്നത് കേക്ക്. കേണൽ സാർ ഒന്ന് നിന്നേ. എടാ മോനെ, ഐ ആം ടെല്ലിങ് യു. ആ റാവത്ത് രണ്ട് പെഗ്ഗടിച്ചോണ്ട് സമാധാനത്തോടെ ആ കൊട്ടാരത്തിലുണ്ടാവും. കേണൽ സാർ ഒന്ന് നിന്നേ. കേണൽ സാർ, നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യാണ്. ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടോ? എനിക്ക് തോന്നുന്നത് താങ്കൾ പോവാതിരിക്കുന്നത് നല്ലതെന്ന്. പുറത്തെ അവസ്ഥയൊന്ന് നോക്ക് നിങ്ങള്. കേണൽ സാർ, ഇറ്റ്സ് നോട്ട് സേഫ് ഔട്ട്സൈഡ്. പ്ലീസ്. വിഷൻ വളരെ കുറവായിരിക്കും പുറത്ത്. പിന്നെ എൻ്റെ ഒരു കണ്ണിന് പ്രശ്നമുണ്ട്. നെയ്സ, കണ്ണുള്ളവർ പോലും വഴി തടഞ്ഞു വീഴാറുണ്ട്. പക്ഷെ ഞാൻ വീഴില്ല. പറയുന്നൊന്ന് കേക്ക് സാർ. ഹനീഫ്, ഇതെന്താ പുറത്തു നിൽക്കുന്ന? എന്തു പറ്റി? സാബു വാതിൽ തുറക്കുന്നില്ല. എത്ര നേരമായി? ഒരു 15 മിനിറ്റിന് മേലായി സാർ. ബ്രിഗേഡിയർ സാർ, ബ്രിഗേഡിയർ സാർ, ബ്രിഗേഡിയർ. പോലീസിന് ഫോൺ ചെയ്യ്. ഇപ്പൊ ചെയ്യാം സാർ.
എൻ്റെ കേണൽ സാറേ, ഈ കൊടുങ്കാറ്റിൽ എന്തിനാ വിളിപ്പിച്ചേ? ഇത് കണ്ടോ? അയ്യോ, 2 എണ്ണം കൂടുതൽ വിട്ട് ഉറങ്ങിപ്പോയി കാണോ? അല്ലാതെന്താ? സാറിന് ഉറക്കത്തിൽ നല്ല ബോധമുണ്ട്. ഇതൊക്കെ കേട്ട് എപ്പോഴും ഉണർന്നേനെ. നീ ആരാടാ ഇവിടെ? ഇത് ഹനീഫ്, ബ്രിഗേഡിയർ സാറിന്റെ വീട്ടിലെ ജോലിക്കാരനാ. അതെ സാർ. ഓ, അത് ശരി. എന്നും എത്ര മണിക്കാ പണി കഴിഞ്ഞ് പോകുന്നത്? 2 മണിക്ക് സാർ. 2 മണിക്ക്? അതെന്താ? ആ ലോക്കങ്ങ് പൊട്ടിച്ചേക്കടാ, അല്ലാതെ മാർഗമില്ല. സാർ, എന്നും ലഞ്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. സാറിന് ചൂട് ചപ്പാത്തി വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എന്നെ വീണ്ടും വിളിപ്പിച്ചത് സാർ. നിങ്ങളുടെ കയ്യിൽ ഈ മുറിവ് എങ്ങനെ ഉണ്ടായി? ഇത് ഞാൻ ആ ലോക്ക് പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാ. പൊട്ടിച്ചു സാറേ. വാ വാ. ഈ കൊടുങ്കാറ്റുള്ള രാത്രിയിൽ നിങ്ങളെന്തിനാ വന്നത്? സാർ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ പാമ്പാട്ടൊക്കെ നടത്തുന്നത്. നിന്നോടാ പറഞ്ഞത് കേട്ടോ. മറ്റടുത്ത് പണിയായി പോയി. ഇതൊന്നും കാണാൻ ഇവിടെ വേറെ ആരും ഇല്ലാതായി പോയല്ലോ. മാങ്ങാത്തൊലി. ഓം നമോ ഗണേഭ്യോ ഗണപതിഭ്യോ നമോ നമോ വ്യാദേഭ്യോ. മണവാളൻ എന്തിനിങ്ങനെ എനർജി വേസ്റ്റ് ചെയ്യുന്നേ? ഷൂ ഒന്നും ആർക്കും കിട്ടാൻ പോകുന്നില്ല. അത് ഒളിപ്പിച്ചു വെച്ചേക്കുന്ന സ്ഥലം പറഞ്ഞാ ഇനി ചേട്ടൻ റോയിച്ചിനെ വിളിച്ച പോലും അവരും വാ പൊളിച്ച് നിക്കത്തേ ഉള്ളൂ. അവർക്ക് കാശ് കൊടുക്ക്. ഇത് പണത്തിന്റെ കാര്യമല്ലല്ലോ, അഭിമാനത്തിന്റെ കാര്യല്ലേ? ശരി. എത്ര? 20. 1000? കയ്യിലുണ്ടെങ്കിൽ 1 ലക്ഷം തന്നാലും വാങ്ങിക്കും. ഞാൻ തപ്പിത്തരാം. ചാർലി, നീ ഇവിടെ നിന്നാ മതി. എന്റെ മമ്മി പഞ്ചാബിലെ ഫേമസ് ഡിറ്റക്റ്റീവ് ആണ് കേട്ടോ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കേസിൽ പെട്ടുപോയാ ഞാൻ ചെല്ലാതെ അതിനകത്ത് 100 പോരത്തില്ല കേട്ടോ. വലിയ വലിയ കേസുകൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഇതൊക്കെ സഹിക്കേണ്ടി വരും കേട്ടോ. സ്മെല്ലി ഫീറ്റ്. ഈ സോക്സ് ഉണ്ടല്ലോ, ഒരു കെമിക്കൽ വെപ്പണായിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഷൂ കിട്ടിട്ടോ? നീ ആരാ? ചാർലി ചോപ്ര, ഡോട്ടർ ഓഫ് ജോളി ചോപ്ര, ഗദ്ദാവാല മൊഹല്ല, ന്യൂ ഷെറോവാല ഗേറ്റ്, പാട്യാല, പഞ്ചാബ് 147001. കേസ് പിടിക്കാൻ ബുദ്ധിമുട്ടാ. ഫീസ് കേട്ടാ ഞെട്ടു. ഹലോ, എന്തൊരു മനുഷ്യനാടാ നീ. ഇവിടെ ഇപ്പത്തേ കല്യാണവും കഴിഞ്ഞ് ആദ്യ രാത്രിക്കുള്ള തയ്യാറെടുപ്പാ. നിന്റെ ഫോൺ ഓഫ് ആയിരുന്നല്ലോ. നീ എവിടെയായിരുന്നു? ഹലോ ജിമ്മി ബേബി, എന്തിനാ കരയണേ? പോലീസ് സ്റ്റേഷനോ? മർഡർ? What?
शेरा वाला गेट पटियाला पटियाला पंजाब 147001 വാ വാ വാ. ജാനകി ആൻറ്റി, ഒന്നുമില്ല മോളിങ്ങോട്ട് എത്തിയില്ലേ? ജിമ്മയുടെ മമ്മി. Don't worry. അവനെ കണ്ടിരുന്നോ? എല്ലാം ശരിയായിക്കോളും. കണ്ട സാധനങ്ങളൊക്കെ എവിടെയാ? നീ വാ, എല്ലാം നിനക്ക് മനസ്സിലാവും. സർ, ഞാൻ ഇവളുടെ മാമിയും ഇവള് അവൻ്റെ വധുവാണ്. അപ്പം മേഡം രക്ഷപ്പെട്ടല്ലോ. സോറി സർ. സർ, എന്തോ തെറ്റിദ്ധാരണയാണ് സർ. അല്ലെങ്കിൽ ജിമ്മി, അതും മർഡർ. ഇംപോസിബിൾ. ഇമ്പോസിബിൾ. കൊള്ളാമല്ലോ. അല്ല, അവൻ കൊലപാതകം നടത്തിയിട്ടില്ലെങ്കിൽ അവൻ്റെ ഹോട്ടൽ റൂമിൻ്റെ കീ ചെയിൻ നടന്ന് ബ്രിഗേഡിയറുടെ വീട്ടിലെത്തിയതാണോ? അല്ല, പിന്നെന്തിനാ അവൻ കിടന്ന് ഓടിയത്? കൊടുങ്കാറ്റും മഞ്ഞുമഴയും ടാക്സിക്ക് ഡബിൾ വാടക കൊടുത്ത ജിമ്മിയാണോടാ? ജിമ്മിയല്ലേടാ? അതെ അതെ അതെ. ജിമ്മി, ഓടാനുള്ള ശ്രമമൊന്നും വേണ്ട മോനെ. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഒരു കാര്യം മാത്രം സർ. അല്ല, എന്താ കൂടെ ഉണ്ടായേ? വെറും കീച്ചിൻ കൊണ്ട് അവൻ കൊലപാതകയാണെന്ന് തീരുമാനിച്ചോ? ഒരു സാക്ഷിയുണ്ട്, ദൃക്സാക്ഷി. അതാരാ? നിങ്ങൾ ഈ ഒട്ടുന്നത് എന്താ ഇത്? തേൻ. ഇനി ഇത് കുടിച്ച് മരിച്ചതാണോ? ഞങ്ങൾക്ക് അവനെ കാണാൻ പറ്റുമോ? ഒരാൾ പൊയ്ക്കോ. അല്ലെങ്കിൽ തന്നെ ഞാൻ ലേറ്റായി. അദ്ദേഹത്തിൻ്റെ ഡയാലിസിസിനാണെങ്കിൽ സമയമായി. ഞാൻ ചെന്നിട്ട് വരാം മോളെ. മോളെ, നീ കൃത്യസമയത്ത് തന്നെ സൊലാങ്ങിലേക്ക് ഇറങ്ങണം. ലാസ്റ്റ് കേബിൾ കാർ 5 o'clock. ഓക്കെ. ജിമ്മി, ജിമ്മി. ചാർലി 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 ചാർലി, ഞാൻ സത്യം പറഞ്ഞ ഞാൻ ആരും കൊന്നിട്ടില്ല. സത്യമായിട്ട് ഞാൻ ആരും കൊന്നിട്ടില്ല. I swear ചാർലി, ഞാനൊന്നും ചെയ്തിട്ടില്ല. നോക്കാം നോക്കാം. ജിമ്മി, ചാർലി, I know. നീ എന്തിനാ കള്ളം പറഞ്ഞു ജിമ്മി? നീ ദില്ലിയിൽ ഉണ്ടാവേണ്ട ആളല്ലേ? ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ നോക്കിയതാ, നിന്റെ ബർത്ത്ഡേക്ക്. വാട്ട് സർപ്രൈസ്? തൊട്ടടുത്ത പ്ലോട്ട്. എന്തിനാ? ചാർലി, നീ എത്ര കാലം ഓർഗാനിക് പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു? അതിനു വേണ്ടി മാമനോട് പണം കടം ചോദിക്കാൻ വന്നാ. Jimmy, what a pleasant surprise. You don't call there. നേരെ ഇങ്ങ് പോകുന്നല്ലേ? ഇനി ആര് നിന്നെ രക്ഷിക്കും നോക്കട്ടെ. ചെക്ക് ദേ ചത്തു. സോറി, കഴിഞ്ഞു. No, how the hell? You are a genius. എന്തൊക്കെയാണെങ്കിലും നിനക്ക് പറ്റിയ പണി ഇതൊക്കെ തന്നെയാ. ജീനിയസ്. പുറത്ത് നല്ല കാറ്റും മഞ്ഞും ഒക്കെ ഉണ്ട്. സലോണിക്ക് ഫോൺ ചെയ്യ്, രാത്രി നമുക്ക് ഇവിടെ കൂടാം. അല്ല, ഞാൻ സലോനിയുടെ അവിടെ അല്ല താമസം. പിന്നെ എവിടെയാ നീ? ഹോട്ടലിലോ? അതെന്താ? ഞാനിവിടെ വന്ന് ആരെയും അറിയിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ എന്തൊക്കെ കേൾക്കുന്നേ. എനിക്കെന്തോ വല്ലാത്ത വിഷമം തോന്നുന്നു. അത് മാമ,
എൻ്റെ മൊത്തം കുടുംബക്കാരിൽ വെച്ച് എൻ്റെ പണത്തോട് ആർത്തി കാണിക്കാത്ത ഒരേ ഒരാൾ നീ മാത്രമാണ്. മാമ അത് മാമ മാമ നോക്ക് മാമ മാമ ഒന്ന് കേക്ക്. 25 ലക്ഷം മാമന് വലിയൊരു തുക എന്നല്ലായിരിക്കൂലേ? ഞാനിപ്പോ ജീവനോടെ മരിച്ചോണ്ടിരിക്കുക മാമ. 5-6 മാസം കൊണ്ട് ഞാൻ തിരിച്ചുതരാം മാമ, ഐ പ്രോമിസ്. നൈസ് ക്യാബ്. ഞാൻ വളരെ അപ്സെറ്റ് ആയിരുന്നു. ഇടയ്ക്ക് ബാറിൽ കയറി ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ താക്കോല് മാമന്റെ വീട്ടിൽ വെച്ച് മറന്നല്ലോ എന്ന് ഓർത്തത്. മാമ എന്റെ താക്കോൽ അകത്ത് വെച്ച് മറന്നുപോയി മാമ. മാമ വാതിൽ തുറക്ക് പ്ലീസ്. മാമ 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 മാമനകത്തുണ്ടെന്ന് എനിക്ക് അറിയാം മാമ. മാമനകത്തുണ്ടായിരുന്നു, പക്ഷെ എത്ര വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. എനിക്ക് വല്ലാതെ വിഷമം തോന്നി. അപ്പൊ ഞാൻ ചണ്ഡീഗഡിലേക്ക് തിരിച്ചു പോരാനുള്ള തീരുമാനം എടുത്തു. പക്ഷെ നിനക്ക് ഇത്രയും ദേഷ്യം വരണ്ട, ഇങ്ങനെയും കാല് പിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇതൊക്കെ ചെയ്തത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ വിചിത്രമായി തോന്നുന്നു. Why? I love you. I do, baby. നീ എന്നോട് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ? നീയും എന്നെ വിശ്വസിക്കുന്നില്ല. അല്ല, ഞാൻ അങ്ങനെയല്ല, ആ അർത്ഥത്തിലല്ല. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. പ്ലീസ് പ്ലീസ്. ചാർലി നോക്ക്, ആളുകളെ വാ, സമയം കഴിഞ്ഞു. You take care of yourself. I love you. Love you too. സമയം കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങ. നടക്ക്. എത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലവ് ലൈഫായിരുന്നു എനിക്കുണ്ടായിരുന്നത്. മോർണിംഗ് കോഫി, ലഞ്ചിന് സൂപ്പ്, ഈവനിങ് വൈൻ, രാത്രിയിലെ വൈൽഡ് ഫൺ. ഏത് നരകത്തിലാ ദൈവം നീ എന്നെ കൊണ്ട് ഇറക്കിയിരിക്കുന്നത്? കഷ്ടമല്ല. ഒരു മിനിറ്റ് എനിക്കൊരു വഴി തരൂ. ഒരുപാട് നന്ദി. വന്നാട്ടെ. വാ എന്റെ കൂടെ വാ. മേഡം പേടിക്കണ്ട മേഡം, നിങ്ങൾ എന്റെ കൂടെ വാ. നിങ്ങൾ എന്തിനാ ആളുകൾ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? പഞ്ചസാര? താങ്ക് യു. ഓക്കെ. ആദ്യമായിട്ടാണോ ഇവിടെ മണാലിയിൽ? എന്റെ വിവാഹ നിശ്ചയം എവിടെയായിരുന്നു? അത് കൊള്ളാലോ. ഇവിടെയോ? ഡെസ്റ്റിനേഷൻ നിശ്ചയം? അല്ല, ജിമ്മിയുടെ ഫാമിലി ഇവിടെയാ താമസിക്കുന്നത്. ആ, മണാലിയിൽ വളരെ ബ്യൂട്ടിഫുൾ സ്ഥലമല്ലേ? കോഫി മതിയായ? ഞാൻ പോയിക്കോട്ടെ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒരുപാട് അല്ല, പണിയുണ്ട്. കോഫി കൊള്ളില്ലല്ലേ? എനിക്ക് വേറെ വരുത്തിക്കാട്ടോ. അല്ല, എനിക്ക് അയ്യോ, എനിക്ക് കോഫി കുടിക്കാതെ ഞാൻ നിങ്ങൾ എന്തായാലും വിടില്ല. ഈ തണുപ്പത്തൊരു കോഫി കുടിച്ചാൽ നല്ല രസമാണ്. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് മേഡം. എടാ ഇങ്ങോട്ട് പോടാ. എടാ വേമോ. ഈ നാറി ഒട്ടിപ്പിടിച്ചല്ലോ. പിന്നെ മേഡം എവിടാ സ്ഥലം? പട്ടിയാല. പട്ടിയാല. പട്ടിയാലല്ലേ എവിടെയാണ് താമസിക്കുന്നത്? കുറച്ചു കാലമായിട്ട് ചണ്ഡീഗഡിലാണ്. അത് ശരി, ചണ്ഡീഗഡ്. അവിടെ എന്താണ് പണി മേഡം? ഓർഗാനിക് ഫാമിംഗ്. സത്യം? അല്ല, കണ്ടിട്ട് കൃഷിക്കാരിയാണെന്നൊന്നും തോന്നില്ല. ശരിക്കും കൃഷി ചെയ്യുന്നുണ്ടോ? എന്നൊന്ന് ആക്കിയതാണല്ലേ. സത്യം പറയുന്നേ, എന്താ മേഡം ചെയ്യുന്നേ? ലോക്കൽ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ജാം, ഹണി, ബട്ടർ. ലോക്കൽ ജാം, ഹണി. നിക്ക് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ്. ജിമിലി, അത് ശരി, ഇപ്പോഴല്ലേ ഓർമ്മ വന്നത്. ഈ വലിയ 2 കണ്ണും കൊണ്ട് ഫോട്ടോയിൽ ഒരു കയ്യിലും പിടിച്ചോണ്ടിരുന്നത് നിങ്ങളല്ലേ? ഓ, ഇപ്പോഴല്ലേ ആളെ മനസ്സിലായത്. മേഡം വലിയ കാര്യം കേട്ടോ മേഡം ചെയ്തേക്കുന്നത്. സത്യം അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അതല്ലേ എവിടേക്കോ വെച്ച് കണ്ടിട്ടുണ്ടെന്നൊരു തോന്നൽ. ജിമ്മിലി,
നിങ്ങളെന്താ ചെയ്യുന്നേ? ഞാൻ കഴിക്കുന്നു തൻ്റെ പ്രൊഡക്ട്സ്. പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ ആ സ്ട്രോബെറി ജാം ഉണ്ടല്ലോ, ഉഫ്, പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുക. ചാർലി മോളോ, വാ വാ വാ. എന്തൊക്കെയുണ്ട്? അവൻ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോയി മോളെ. സെൻറ്റി മാമ. വാ മോളെ, നീ വാ. മാമിയും വരുണെന്തേ? ക്ലിനിക്കിലാണ്, ഡയാലിസിസിന്. പോയി കണ്ടോ? ഉറങ്ങുവാണോ? ഹലോ ചോപ്ര മാം, ജയ് ഹോ. കണ്ടോ? വാ, ആക്ച്വലി നീ കുറച്ച് നേരം ഇവൻ്റെ അടുത്തിരിക്കും, ഞാൻ അല്പം പണികൾ തീർത്തിട്ട് വരാം. എങ്ങനെയുണ്ട് ഇപ്പോൾ? ജിമ്മി ചെറിയച്ഛനെ കൊന്നു എന്നുള്ള ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചേ. എനിക്കറിയാം. പോലീസ് എല്ലാ തെളിവുകളും സാക്ഷികളും തയ്യാറാക്കിയിരിക്കുകയാണല്ലോ. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഡോണ്ട് വറി, വി ഫൈറ്റ് ബാക്ക്. മാമന്റെ ഡെത്തിനെ പറ്റി നീ എപ്പോഴാ അറിഞ്ഞത്? സിയാൻസില പറഞ്ഞു. വാട്ട്? ചാർലി. സലോനി, ജിമ്മിയുടെ സഹോദരി. എന്തു തോന്നുന്നു? എന്ത് തോന്നണം നീ പറ. ബില്ലു, ജിമ്മിസ് ബ്രദർ. ഡെബ്രാൾജി. എല്ലായ്പ്പോഴും ലോങ് ആൻഡ് ടൈറ്റായിട്ട് കെട്ടിപ്പിടിക്കൂ. സുഖാണോ എൻ്റെ കുട്ടി? വിടാൻ ഇത്രയും ഞെക്കണോ? മമ്മി. ശരി ചേട്ടാ. മാനസ്, നാളത്തെ ഫ്യൂണറലിൻ്റെ സമയം വല്ലതും ഫിക്സ് ചെയ്തായിരുന്നോ? പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിളിക്കാനാ വക്കീൽ സാറ് പറഞ്ഞേ. ജിമ്മിയുടെ ബെയിൽ ആപ്ലിക്കേഷൻ എന്നായിരിക്കും ഇടുന്നതെന്ന് അവരോട് ചോദിച്ചായിരുന്നോ? ബെയിൽ ആപ്ലിക്കേഷനോ? അയ്യോ, ഒരു ഉത്തരവാദിത്തമുള്ള പൗരെന്ന നിലയിലെ നമ്മളൊരിക്കലും കോടതിയുടെ വിലപ്പെട്ട സമയം നശിപ്പിക്കാൻ പാടില്ല. വിൽ റീഡിംഗ് എപ്പോൾ നടക്കുമെന്ന് വക്കീൽ സാറിനോടൊന്ന് ചോദിച്ചു നോക്ക്. നിനക്കൊരു നാണമല്ലോ ചെറുക്ക. നേരം വെളുത്താൽ ഉറങ്ങുന്നത് വരെ കാശ് കാശ്. എൻ്റെ പൊന്ന് പെങ്ങളെ, ഈ മുറിയിലെ എല്ലാവരുടെയും മനസ്സിലൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: പണം പണം പണം. നിന്നെയും കൂടെ ചേർത്താ പറഞ്ഞത്. ഹൗ ഡെയർ യു! സലൂനി, എനിക്ക് ആരുടെയും കാശൊന്നും ആവശ്യമില്ല. വേണ്ട വേണ്ട. നോക്ക്, ഇത് നോക്ക്. ഫറാമോഷ് മുഹബത്ത്, പ്യാർ കി മോദ്, ഇഷ്ക് കി ആഗ്. കാണല്ലോ, വീടന്നെ. ഓൾ ബെസ്റ്റ് സെല്ലേഴ്സ്. OTT പ്ലാറ്റ്ഫോംസിലെ ലൈനാണ് റൈറ്റ്സിന് വേണ്ടി. ഒരു വർഷം നിന്റെ അളിയന് എത്ര രൂപ റോയൽറ്റി കിട്ടണമെന്ന് നിനക്ക് അറിയോ? എന്തിനു വിട്ടുകളയണം? ഞങ്ങൾക്ക് സ്വന്തമായി വീടുണ്ട്, പിള്ളേര് ബോർഡിംഗിൽ നിന്നാ പഠിച്ചോണ്ടിരിക്കുന്നത്. സോ ഡോണ്ട് സേ ദാറ്റ് എവർ അഗൈൻ. സലോനി, മതി മതി മതിയാക്ക. അല്ല, നീ സ്വയം ഒന്ന് നോക്ക്. കാൺപൂരിൽ ആരുടെ വീട്ടിലൊക്കെ പാത്രം കഴുകുന്നതെന്ന് ആർക്കറിയാം? ആർത്തി പണ്ടാരം. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇപ്പോഴും ഉള്ളത്. നീ നിങ്ങളുടെ ജിമ്മിയെ പോലല്ല. ഒളിച്ചും പാത്തൊന്നും ഞാൻ ആരെയും കാണാൻ പോകാറില്ല. എന്താ? എനിക്ക് മനസ്സിലായില്ല. എന്തിനാ മാമനെ കാണാൻ വന്നത്? അതും ആരും അറിയാതെ.
പെങ്ങള് മണാലിയിലുണ്ട്. മാമന് മാമി ഇവിടെ സൊളാനിലുണ്ട്. പിന്നെ ഹോട്ടൽ എന്തിനാ നിൽക്കുന്നത്? ബില്ലു? ചെറുപ്പം പോലെ കാണുന്നതല്ലേ. ഭൂമിക്ക് മുകളിലുള്ളതിൻ്റെ അത്രയും തന്നെ താഴോട്ടും ഉണ്ട്. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. കമോൺ ഡിയർ, ജിമ്മി ആരോ ശരിക്കും പെടുത്തിയതാ. ബില്ലു, ഇപ്പോൾ നീയാണ് പിടിക്കപ്പെട്ടതെങ്കിലോ ഇത്രയും പോലും ആരും മറിച്ച് ചിന്തിക്കില്ല. പക്ഷെ ജിമ്മി നെവർ. വാ വാ വാ. വരുൺ, നിന്റെ കിഡ്നിക്ക് വരാൻ തലച്ചോറ് വല്ലതും മാറ്റി വെച്ചൂടെ? എന്താടാ ബില്ലു? ഞാനിപ്പോൾ എന്താ പറയണ്ടത്? പറയുന്നതിനൊരു ലിമിറ്റ് വേണ്ടേ? അവനോട് സോറി പറഞ്ഞേ. പറയടാ. സോറി. ഉറങ്ങുന്ന കാര്യം എങ്ങനെയാന്ന് പറയാം മമ്മി. ഞാൻ പിന്നെ എന്താ ഹോട്ടൽ ബുക്ക് ചെയ്താലോ? ഈ പീക്ക് സീസണിൽ എല്ലാ ഹോട്ടൽസും ബുക്ക്ഡാണ്. ഞാൻ നേഗിയുടെ എയർബിഎൻബിയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ആര് നിൽക്കും? ഞാൻ പോയിക്കോളാം. വേണ്ട. മമ്മി പ്ലീസ്. ഹായ്. ഹായ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇറ്റ്സ് ഓക്കെ. ഹായ്. ഹലോ. ഹായ് മാനസ്. ഗുഡ് ഈവനിങ്. ഹായ്. ഹലോ. ഹലോ മോളെ. ഐ ആം ഫീലിംഗ് വെരി സോറി ഫോർ യു. എന്നാ പിന്നെ ഇങ്ങനെ ഒരു അവസരവും പാഴാക്കില്ല. ഗുഡ് ഗുഡ് നൈറ്റ്. നൈറ്റ് ചേച്ചി. ടേക്ക് റെസ്റ്റ്. ബൈ. ബൈ. വാ, ഇതാണ് റൂം. ആ പിന്നെ ടോയ്ലറ്റ് അവിടെയാ. ഗീസറും ഓണാണ്. 24 hours റണ്ണിങ് ഹോട്ട് വാട്ടർ. ആ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അയ്യോ അയ്യോ വേണ്ട വേണ്ട. ഈ തീ ഇങ്ങനെ കത്തുമ്പോൾ ജനാല ഒരിക്കലും അടയ്ക്കരുത്, അല്ലെങ്കിൽ തീ നമ്മുടെ ഈ റൂമിലെ മൊത്തം ഓക്സിജനും വലിച്ചെടുക്കും. അപ്പോൾ ഉറങ്ങുന്ന ആളിൻ്റെ രാമ 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 രാമ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കാർഗിൽ നായകൻ പരാക്രമി ചക്ര ജേതാവ് ബ്രിഗേഡിയർ റാവത്തിന്റെ കൊലപാതകത്തിൽ പുതിയൊരു വഴിത്തിരിവ്. മുഖ്യപ്രതി എന്ന് കരുതപ്പെടുന്ന ജിമ്മി നോട്ടിയലിന്റെ പ്രതിശ്രുത വധു ചാരുലത ചോപ്ര ഇന്ന് മണാലിയിലെത്തി. ആദ്യമായിട്ടാണോ ഇവിടെ മണാലിയിൽ? അല്ല, എന്റെ വിവാഹ നിശ്ചയം എവിടെയായിരുന്നു? ജിമ്മിയുടെ ഫാമിലി എവിടെയാ? ഈ കലിയുഗത്തിലെ സാവിത്രിക്ക് അവളുടെ സത്യവാനെ തൂക്കുകാരിൽ നിന്നും രക്ഷിക്കാൻ കഴിയുമോ? അതറിയാൻ ഹിമാചലിന്റെ സ്പന്ദനം സീതാറാം വിഷ്ണുരാജിന്റെ ഒപ്പം കണ്ടുകൊണ്ടേയിരിക്കൂ ന്യൂ ഭാരത്. പരമചതിയൻ. അവന്റെ അമ്മയുടെ May I? Please. I, Meherban Singh Rawat, son of Mr. Kushal Singh Rawat, do hereby revoke all my previous wills and declare that
this is my last will. I bequeath all my assets and all proceedings from it to be equally divided among my brother Mr. Mohan Singh Rawat, my niece Mrs. Solani Dabral, and my nephews Mr. Jimit Nautiyal and Mr. Baljeet Nautiyal. Furthermore, I bequeath a yearly allowance of rupees 60,000 from my fixed deposits to Mr. Hanif Sheikh until his death. However, the ski resort... ഹണി ആരാന്ന് നോക്ക്. പ്ലീസ് കണ്ടിന്യൂ. However, the ski resort in Solang between only under the condition that it will not be sold and will continue to manage by Colonel Barua until his death or until a time when he chooses to retire from this responsibility. That's all. No, sir. That's not all. അല്ല, ഗംഗാറാം സർ. ആരായി ഗംഗാറാം സാർ? ഗംഗാറാം അറോറ, ഹൈക്കോടതിയിൽ ഏറ്റവും മുതിർന്ന അഭിഭാഷകനാണ് അദ്ദേഹം. സർ, വാട്ട് എ പ്ലഷർ ടു മീറ്റ് യു ഹിയർ. പക്ഷെ സാറെന്താ ഇങ്ങോട്ടേക്ക് വന്നത്? We will have to serve a legal notice to all the family members of the deceased fiancé. My client, Melniki Morris. Yeah, you have been served. അല്ല, ഇത് എന്തിന്റെ നോട്ടീസാ? ഹൈക്കോടതിയിൽ സ്റ്റേ ഓർഡറിനുള്ള ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. എന്തിന്റെ സ്റ്റേ ഓർഡറാണ് സാർ? വിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു മിനിറ്റ്. വാട്ട്? ഒന്ന് വഴി. How can she do this? Are you nuts? How dare you do this? Relax, bro. Relax. You all knew Miraban and I were going to get married in the next 2 weeks. Huh? And that would have made me the sole heir to all of his belongings. Cutting all of you greedy ghouls out of the deal. I remember your faces on that video call on his birthday. You would have killed me through the phone if you could have. And since that wasn't possible, you decided to kill my baby instead. ഇതെന്തൊക്കെയാ പറയുന്ന മമ്മി? You making this all up, right? Any proof you got? Proof? You want proof? You want to all see proof? Well, here's your proof, darlings. I'm pregnant with his child. എന്റെ അമ്മോ, കിളവൻ അടിവസ്ത്രത്തിൽ അമിട്ടും കൊണ്ടാണോ നടന്നിരുന്നേ? I just need one more week to shut all of you fuckers up. Miss Morris, please, restrain yourself. Revealing details will weaken our case. And you people, hear me loud and clear. Any attempt to liquidate any office assets, it will mean violation of this notice. And that will bring penal action. You have been warned. We should go. Come. ഇത് കോപ്പിലെ പരിപാടിയാ. നിങ്ങൾക്ക് ചെയ്യാവുന്നൊക്കെ ചെയ്തോ. ഒറ്റ പോലും കിട്ടാൻ പോകുന്നില്ല. ചെയ്യാവുന്നൊക്കെ ചെയ്യണോ? വിട്. കൂൾ ഡൗൺ. ആ വക്കീലോടെ പോയി. എവിടെയുണ്ട്? അതെ, ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് വക്കീലെ. ഈ ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പ്രഗ്നൻസിയുടെ 6 ആഴ്ച പൂർത്തിയാവുന്നതായിരിക്കും. അതുകൊണ്ടെന്താ? അതിനുശേഷം പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ DNA ടെസ്റ്റ് ചെയ്യാലോ. അതിന് വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. അതൊന്നും ഇവിടെ പ്രശ്നമാവില്ല. ഹിന്ദു മാരേജ് ആക്ട് 1955 അനുസരിച്ച് പെറ്റേണിറ്റി പ്രൂവ് ആകുകയാണെങ്കിൽ വിവാഹം കഴിച്ചില്ലെങ്കിലും കുട്ടി അച്ഛൻ്റെ സ്വത്തിന് അനന്തരാവകാശിയാണ്. മറ്റെടുത്ത പണി. चार्ली चोपड़ा मोहल्ला कत्ता खाना नियर शेरा वाला गेट पटियाला पटियाला पंजाब 147001 चार्ली चोपड़ा